ഒരു ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇവിടെ നല്ല പവിത്രമായി കിടന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം വൃത്തികേടായി കിടക്കുക. ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത കണ്ടീഷനാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് പ്രധാനമായും വേണ്ട ഒന്നാണ് പരിസര ശുചിത്വം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് അവരുടെ ഓട്ടോ സ്റ്റാൻഡിന് ചുറ്റുമുള്ള പരിസരം വൃത്തിയില്ലാത്തതിനാൽ ദിവസവും ബുദ്ധിമുട്ടുകയാണ് ഓരോ ഓട്ടോ തൊഴിലാളികളും. ധാരാളം രോഗങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്, പ്രത്യേകിച്ചും മഴക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ട നടപടി നഗരസഭ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ ആവശ്യം. ഇവിടെ കൊട്ടാരക്കര നമ്മുടെ ഗണപതി അമ്പലത്തിന് മുൻവശമുള്ള കച്ചേരിമുക്കിൽ മണികണ്ഠനാത്രയുടെ മുമ്പിൽ നിന്നാണ്. ഞങ്ങളവിടെ വർഷങ്ങളായിട്ട് കിടന്ന് ഓടുന്ന ആട്ടോറിക്ഷ തൊഴിലാളികളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ അനവധി വർഷങ്ങളായി ഇവിടെ ഈ കച്ചേരിമുക്കിൽ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് ഇപ്പുറത്തായിട്ട് ഈ പവിത്രമായ മണികണ്ഠനാത്രയുടെ മുമ്പിൽ ഒരു ചില പോലീസ് ഉദ്യോഗസ്ഥർ ചില വാഹനങ്ങൾ പിടിച്ചു കൊണ്ടിടുകയും അത് ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിരിക്കുക. ഇട്ടിട്ട് അവിടെ ഈ വേസ്റ്റുകളെല്ലാം കൂടെ വാരിയിട്ടുകയും വിസർജ്യ വസ്തുക്കളും എല്ലാം കാരണം ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇവിടെ വണ്ടി ഓടാൻ പോലും പറ്റാത്ത ഒരു ഗതികേടിലാണ്. സന്ധ്യാസമയമാകുമ്പോൾ ദുർഗന്ധം, പിന്നെ അതിലുപരി സന്ധ്യാസമയമാകുമ്പോഴത്തേക്ക് കൊതുകുജന്യ രോഗങ്ങൾ വരുത്തുന്ന കൊതുകുകളൊക്കെ പെരുകി ഇവിടെ നിൽക്കാൻ പോലും വയ്യാത്ത കണ്ടീഷനാണ്. ഇത് അനവധി പ്രാവശ്യം ഞങ്ങൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ വരും പാർക്ക് ചെയ്യാനായിട്ട് പഴയ എക്സൈസ് ഓഫീസ് കിടന്ന സ്ഥലത്ത് ഇവിടെ കിടക്കുന്ന ഈ മാലിന്യങ്ങൾ മൊത്തം വാരി അവിടെ ലോഡ് കണക്കിന് ആയി കിടക്കുക. ഇതെല്ലാം കൂടെ നഗരസഭ ചെയർമാൻ രമേശ് ചേട്ടൻ അത് പിന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അവരെ കൊണ്ട് ഈ വണ്ടികൾ മാറ്റാനും, അതേപോലെ ഇവിടെ ഈ മണികണ്ഠനാത്രയുടെ മുമ്പിൽ ഒരു ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇവിടെ നല്ല പവിത്രമായി കിടന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം വൃത്തികേടായി കിടക്കുക. അവിടെ നിൽക്കാൻ പോലും വയ്യാത്ത കണ്ടീഷനാണ്. ഉത്സവ സമയമായപ്പോഴത്തേക്ക്, സീസണായപ്പോഴത്തേക്ക് അതിൻ്റെ മലവിസർജനങ്ങളെല്ലാം ആൾക്കാർ അതിൻ്റെ വാഹനത്തിൻ്റെ മറവിൽ നടത്തുകയും അപ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നഗരസഭാ ചെയർമാൻ രമേശ് ചേട്ടൻ ഇതിന് ഒരു മുൻകൈ എടുത്ത് ഇത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ വൃത്തികേടായിട്ട് കിടക്കുന്നതൊക്കെ മാറ്റാനുള്ളൊരു സംവിധാനം അതിൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചോ അല്ലെങ്കിൽ അധികൃതരെ വിളിച്ച് ചെയ്യിപ്പിക്കണമെന്നാണ് നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത്.